നമ്മൾ ശുശ്രൂഷയിലേക്ക് കടക്കുന്നു. പഠിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗ്രേസ് ടീൻ വചന പഠന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാഭിഷേകത്തെ പറയട്ടെ. ഓക്കെ. പ്രഭാഷകന്റെ പുസ്തകം 20-ാം അധ്യായം 25-ാം തിരുവചനം. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്, രണ്ടുപേരുടെയും വിധി നാശം തന്നെ. പ്രഭാഷകൻ 20-25. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്, രണ്ടുപേരുടെയും വിധി നാശം തന്നെ. രണ്ട് കരങ്ങളും നെഞ്ചത്ത് വെച്ച് ഒന്നോടെ പറയാം. പ്രഭാഷകൻ 20-25. കള്ളൻ ഏറ്റുപറയാം. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്, രണ്ടുപേരുടെയും വിധി നാശം തന്നെ. അടുത്ത വചനം ബാറൂക്ക് 3:35. അവിടുന്നാണ് നമ്മുടെ ദൈവം, അവിടുത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല. ബാറൂക്ക് 3:35. അവിടുന്നാണ് നമ്മുടെ ദൈവം, അവിടുത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല. അവിടുന്നാണ് നമ്മുടെ ദൈവം എന്ന് വിശ്വസിച്ചുകൊണ്ട്. അടുത്ത തിരുവചനം ഹോസിയ 12:5. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെന്നാണ് അവിടുത്തെ നാമം. ഹോസിയ 12:5. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെന്നാണ് അവിടുത്തെ നാമം. അടുത്ത തിരുവചനം യോന 1:9. കടലും കരിയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. യോന പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 50-ാം തിരുവചനം. കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. കടലും കരയെ സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ കർത്താവെന്ന് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ. അടുത്ത തിരുവചനം ഹബക്കൂക്ക് 3:18. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ഹബക്കൂക്ക് 3:18. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. അടുത്ത തിരുവചനം ഹബക്കൂക്ക് 3:18. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. അടുത്ത വചനം മത്തായി 11:6. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. മത്തായി 11:6. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. ഒന്നുകൂടി കേൾക്കാം. മത്തായി 11:6. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. ഈശോയിൽ ഇടരരുത്. അടുത്ത വചനം മർക്കോസ് 11:24. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസ് 11:24. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസ് 11:24. അടുത്ത തിരുവചനം സക്കറിയ 2:5. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. ഒന്നുകൂടി കേൾക്കാം. ഹഗ്ഗായി ഒന്നുകൂടി കേൾക്കാം. എന്നിട്ട് സക്കറിയ 2:5. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. അടുത്ത തിരുവചനം ഹഗ്ഗായി 1:7. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. ഹഗ്ഗായി 1:7. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. ഹഗ്ഗായി 1:7. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെ പറ്റി ചിന്തിക്കുവിൻ. അടുത്ത തിരുവചനം നാഹും 1:3.
കർത്താവ് ദീർഘക്ഷമയുള്ളവനും അതിശക്തനുമാണ്. ഹല്ലേലൂയ. ആ വചനം പറഞ്ഞുകൊണ്ട് വലതുകരം ഉയർത്തി പറഞ്ഞുകൊണ്ട് കർത്താവ് ദീർഘക്ഷമയുള്ളവനും അതിശക്തനുമാണ്. നാഹും 1:7. അടുത്തത് ഹല്ലേലൂയ. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. മിക്ക 6:8. നീതി പ്രവർത്തിക്കുക, നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. മിക്ക 6:8. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. അടുത്ത തിരുവചനം കേൾക്കാം. നീതി പ്രവർത്തിക്കുക, നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. മിക്ക 6:8. അടുത്ത തിരുവചനം ഒബാദ്യ 1:15. നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും പ്രവർത്തിക്കും, നിന്റെ പ്രവൃത്തികൾ നിന്റെ തന്നെ തലയിൽ നിബന്ധിക്കും. ഒബാദ്യ 1:15. നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും പ്രവർത്തിക്കും, നിന്റെ പ്രവൃത്തികൾ നിന്റെ തന്നെ തലയിൽ നിബന്ധിക്കും. അടുത്ത തിരുവചനം നീ പ്രവർത്തിച്ചതുപോലെ നിന്നോട് പ്രവർത്തിക്കും, നിന്റെ പ്രവൃത്തികൾ നിന്റെ തന്നെ തലയിൽ നിബന്ധിക്കും. ഒബാദ്യ 1:15. അടുത്ത തിരുവചനം ആമോസ് 5:24. നീതി ജലം പോലെ ഒഴുകട്ടെ, ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെയും. ആമോസ് 5:24. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാല് പോലെയും. അതവിടെ നിൽക്കട്ടെ. അടുത്ത വചനം എടുക്കുന്നതിന് മുമ്പ് വലതുകരം ഉയർത്തി ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആമോസ് 5:24. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാല് പോലെയും. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അടുത്ത തിരുവചനം കുരിശു വരയ്ക്കാം. ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അടുത്ത തിരുവചനം ജോയൽ 2:21. ദേശമേ ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ചാനന്ദിക്കുക, കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ജോയൽ 2:21. ദേശമേ ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ചാനന്ദിക്കുക, കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ജോയൽ 2:21. ദേശമേ ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ചാനന്ദിക്കുക, കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അടുത്ത തിരുവചനം ദാനിയേൽ 12:12. 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. ദാനിയേൽ 12:12. 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. ദാനിയേൽ 12:12. 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. ദാനിയേൽ 12:12 തിരുവചനം. ഇനി അടുത്ത തിരുവചനം എസെക്കിയേൽ 34:11. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ചു കണ്ടുപിടിക്കും. എസെക്കിയേൽ 34:11. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ചു കണ്ടുപിടിക്കും. അടുത്ത തിരുവചനം ഹല്ലേലൂയ. വിലാപങ്ങൾ 3:26. കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. വിലാപങ്ങൾ 3:26. കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. വിലാപങ്ങൾ 3:26 തിരുവചനം അങ്ങനെ പറയുന്നു. അടുത്ത തിരുവചനം നോക്കാം.